അവാർഡ് നൽകുന്ന സന്തോഷത്തോടൊപ്പം അതൊരു ഉത്തരവാദിത്വം കൂടിയാണ് അല്ലേ? അത് ചേച്ചിക്ക് എങ്ങനെയാണ് അത് തോന്നിയിട്ടുള്ളത്? അത് വലിയ ഉത്തരവാദിത്വം തന്നെ ഹരി. അതൊരു വലിയൊരു മെനക്കെട്ട ഏർപ്പാട് തന്നെയാണ്. കാരണം ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ക്യാരക്ടേഴ്സൊക്കെ പിന്നെ ഒരു അവാർഡ് കിട്ടിയൊരു നടിയില്ലേ, അങ്ങനെയുള്ള സിനിമകൾ തന്നെ സെലക്ട് ചെയ്യണം, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് തന്നെ സെലക്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഞാനതൊന്നും എൻ്റെ മനസ്സിലോട്ട് കയറ്റാൻ ശ്രമിച്ചിട്ടേ ഇല്ല ഒരിക്കലും. നർത്തകിയുടെ ക്യാരക്ടറാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ട്രെയിൻഡ് ഡാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അറിയാം ഒരു നർത്തകി കഥാപാത്രമാക്കി. ചേച്ചി ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ചേച്ചി ഇത് എവിടെ പോയി പഠിച്ചിട്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് ട്രെയിനിങ് ഉണ്ടാവുന്നത്? എനിക്ക് അത്ഭുതം തോന്നും. അയ്യോ, എനിക്കും അതിശയം തന്നെയാണ് ഹരി. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡയറക്ടേഴ്സാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സത്യേൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഉള്ളതല്ല, തുളസി ദാസിൻ്റെയോ അല്ലെങ്കിൽ സുരേഷ് മുഴുത്താൻ്റെയോ വേറൊരാളുടെ പടത്തിൽ ചെയ്യുന്നു. എല്ലാ ഡയറക്ടേഴ്സും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തവരാണ്. ഐവിശേഷിയുടെ പടത്തിൽ വേറൊരു പാറ്റേണാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാകുന്നതാണ്. എനിക്ക് ഞാൻ എന്താണ് ക്യാമറ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ചെയ്യുന്നത് ഇന്നുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ആ സ്ഫടികത്തില് പരിമലച്ചെരുവിലൂടെ പോക്കും ആ ഒരു കട്ടെന്ന് പറയുമ്പോൾ ക്യാമറ സ്റ്റാർട്ട് കട്ടെന്ന് പറയുമ്പോൾ ഡയറക്ടർ പറഞ്ഞത് എന്തോ ഞാൻ ചെയ്തിരിക്കുന്നു. അവിടെ ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ഒരെണ്ണം ചെയ്തിട്ട് ഒന്നുകൂടെ ചെയ്യുന്ന പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാനൊരു നല്ല ആക്ട്രസ് ആണെന്ന് എനിക്കൊരു തോന്നിയിട്ടുമില്ല. എനിക്ക് എന്നോട് പറഞ്ഞു ഞാൻ എന്തോ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ല, നല്ല ആക്ട്രസ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നതിന്റെ കാരണം അമ്മയായും മകളായും ഭാര്യയായും മരുമകളായും ഒക്കെ കഥാപാത്രത്തിന് പൂർണ്ണത നൽകുക എന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ സ്ത്രീധനവും ഭാര്യയും മാത്രം എടുത്ത് നോക്കൂ, നല്ല നടിയാണെന്നുള്ളതിന് മറ്റെന്ത് തെളിവാണ്? പക്ഷെ എനിക്കെന്താ അറിയോ, അത് ഞാൻ വളരെ കോൺഷ്യസ്ലി അല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. എനിക്കൊരു പ്രിപ്പറേഷൻ വളരെ മാസങ്ങൾക്ക് മുമ്പ് പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് അഭിനയിക്കാൻ പോകുന്നു പറഞ്ഞ് വരാൻ എനിക്ക് ഒക്കില്ല. അതെനിക്ക് വലിയ ടെൻഷനാണ്. ഓൺ ദ സ്പോട്ട് എൻ്റെ ഡയറക്ടർ എന്താണ് ആവശ്യപ്പെടുന്നത്? കാരണം ഒരിക്കലും ഒരു ഡയറക്ടറുടെ ട്രെൻഡ് അല്ല വേറൊരു ഡയറക്ടറുടെ, രണ്ടും രണ്ടാണ്. ആദ്യമായി കിട്ടുന്ന അവാർഡ് അല്ലെങ്കിൽ ആദ്യമായി കിട്ടുന്ന അംഗീകാരം ഡയറക്ടർ ഓക്കെ എന്ന് പറയുക എന്നുള്ളതാണ്. ചേച്ചി നേരത്തെ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിൽ റൈറ്റേഴ്സിനെ കുറിച്ച് എടുത്ത് പറഞ്ഞു. അതെ, അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടവരാണ് പാട്ട് എഴുതുന്നവരും പാട്ടിന് സംഗീതം നൽകുന്നവരും പാട്ടൊരുക്കുന്നവരും. തീർച്ചയായും ചേച്ചിക്ക് തന്നെ കിട്ടിയ മറ്റൊരു ഭാഗം, എത്രയും നല്ല പാട്ടുകളുടെ ഭാഗമാണ് ചേച്ചി. നമ്മളിപ്പോഴും ഓർക്കേണ്ട ജോൺസൺ മാഷിന്റെയും രവീന്ദ്രൻ മാഷിന്റെയും എം ജി രാധാകൃഷ്ണൻ സാറിന്റെയും ഔസേപ്പച്ചൻ സാറിന്റെയും ONV കുറുപ്പും കൈതപ്പും എഴുതിയിട്ടുള്ള പാട്ടുകളിൽ ഇപ്പോൾ തങ്കത്തോണി തെന്മലയോരം അല്ലെ, ഞാറ്റുവേലക്കിളിയെ, എന്തു പറഞ്ഞാലും എൻ്റെ ഇതിലേവേ, മായപ്പന്മാനെ, എത്രയോ നല്ല ശ്രീരാമനാമം. എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാ ചേച്ചിക്ക്? ഈ ഹരി പറഞ്ഞ പാട്ടുകളൊക്കെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ. തങ്കത്തോണി എന്ന് പറയുന്നത് ഞാൻ ആ പാട്ട് കേൾക്കുന്നത് ഷൂട്ടിങ് കഴിയുന്ന ദിവസമാണ്. ഞാൻ ആ പാട്ട് 5-6 ദിവസമേ ആ ഫിലിം വർക്ക് ചെയ്തുള്ളൂ, അത്രേ ഉള്ളൂ ആ ഫിലിമിൽ. അതൊരിക്കലും ഒരു അവാർഡിന് നോമിനേറ്റ് ചെയ്തൊരു ക്യാരക്ടറാണെന്നൊന്നും. ഞാൻ ആ പടത്തിലെ മെയിൻ ഹീറോയിൻ സിത്താരയുടെ ക്യാരക്ടർ ഞാനിരുന്ന. പക്ഷേ വർത്തമാനകാലത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റുമായിട്ട് ക്ലാഷ് ആയപ്പോൾ എനിക്കതിപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം സത്യേട്ടും വലിയ വിഷമമായി, എനിക്കും വലിയ വിഷമമായി. അവസാനം സത്യേട്ടൻ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഇതിനകത്തൊരു സെക്കൻഡ് ക്യാരക്ടർ വരുന്നുണ്ട്, ആനന്ദവല്ലിയുടെ ക്യാരക്ടർ, കുറച്ച് നോക്കൂ, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുമോ, അതൊരു ചെറിയ റോളാണെന്ന്. അപ്പോഴൊന്നും അങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അങ്ങനത്തെ ഈഗോ ഒന്നും നമുക്ക് അപ്പോഴും ഇല്ല എപ്പോഴും ഇല്ല. സത്യേട്ടൻ്റെ പടം നമുക്ക് വേണ്ടപ്പെട്ടോണ്ട പടം നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. ഞാൻ പോയി പാലക്കാട് നിന്ന് ഞാൻ ഷൊർണൂർ പോയി. ക്യാരക്ടർ പറഞ്ഞപ്പോൾ ഋഷി ഇത്രേ ഉള്ളൂ കേട്ടോ, ഒരു കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ എല്ലാം ഇംപ്രവൈസേഷനാണ്, സ്പോട്ട് ഇംപ്രവൈസേഷൻ ചെയ്യുന്നതാണ്. ഒരർത്ഥത്തിൽ ആ ക്യാരക്ടർ ചെയ്ത് ശരിയായി പോയത്. പക്ഷെ നമുക്കതൊന്നും അറിയില്ല. പണം ചെയ്തപ്പോൾ ഇപ്പോൾ ഒരു പാട്ടുണ്ടോയെന്ന് പറഞ്ഞാൽ പാട്ട് കേട്ടപ്പോൾ കൊള്ളാം. രാവിലെ 7:30 തുടങ്ങി ഓടി വന്നിട്ട് 2 ഭാഗത്തും ഇങ്ങനെ ഇറക്കമുള്ളൊരു ഇതുണ്ട്, മേളിലിങ്ങനെ വരമ്പ് പോലുള്ളൊരു മേളിൽ ഹൈറ്റുള്ള സ്ഥലമാണ്. ഓടി വന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ കുറച്ച് ഒന്ന് കറങ്ങിക്കോളൂ ഋഷി എന്ന് പറഞ്ഞു. ഡാൻസ് മാസ്റ്റർ ഒന്നുമില്ല, ഇങ്ങനെ ഒന്ന് കറങ്ങിക്കോളൂ. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഒന്ന് കറങ്ങിയതായിട്ട് തല കറങ്ങി താഴോട്ട് വിട്ട് എൻ്റെ BP മുഴുവൻ ലോ ആയി. ആയിട്ട് അവിടെ ഇരിക്കുകയാണ് ഇങ്ങനെ. അങ്ങനെ ഇരിക്കുക ഞാൻ. സത്യൻ്റെ കൂടെ എന്തോ പ്രശ്നം, ഞാൻ പറഞ്ഞു സത്യത്തെ എനിക്ക് എന്തോ. അപ്പം BP ലോ എന്നൊന്നും പറയണമെന്ന് അന്നത്തെ വിവരത്തിനാണെന്ന് പറഞ്ഞുവിടാം. എന്തോ പോലെ തല കറങ്ങുന്നത്. ഉടനെ നമ്മുടെ ആളുകൾ നാരങ്ങ വെള്ളം പിഴിഞ്ഞു ഇത് ഇട്ടു കുടിച്ചു, ഉഷാറായി. പിന്നെ സെക്കൻഡ് ചരണം ആ പാട്ടിനെന്ന് പറയുന്നത് എന്നെ ഒരു മലയുടെ മേളിൽ ഇറക്കി വിട്ടിട്ട് ക്യാമറ എവിടെ പോയി. ഞാൻ അവിടുന്ന് ഓടുന്നു, ചാടുന്നു, വരുന്നു, ആട്ടുകുട്ടി എടുക്കുന്നു, ചുറ്റുന്നു, അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് തീരുന്നില്ല. എന്നിട്ടും വരി തീരുന്നില്ല. എല്ലാം കഴിഞ്ഞ് അവസാനം പിന്നെ അതില് ചിത്ര ചേച്ചിയുടെ പാട്ടിന്റെ ഒരു ആലാപനത്തിന്റെ ഗുണം കൂടെ ചേച്ചിയുടെ ആക്ടിംഗുമായിട്ട് ബ്ലെൻഡ് ആകുമ്പോൾ പിന്നെയോ ബ്യൂട്ടി ചെയ്തിട്ടുണ്ട്.